ഹൈ ഗൈസ്, ഇനിയിപ്പോ ഇതിനെങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഡയറി എഴുതാണ്ടിരിക്കില്ലല്ലോ. ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ 2017 തൊട്ട് ഞാൻ ഡയറി എഴുതിയിട്ടുണ്ട്. ഇതാണ് എന്റെ ഡയറി. ഇതിലത്തെ ക്രിഞ്ചൊക്കെ വായിച്ച് 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 ചത്തില്ല എന്ന് മാത്രം. കാരണം ഞാൻ 2017 തൊട്ട് എന്തൊക്കെ ഉണ്ടോ അതുവരെ ഇന്ന് വരെയുള്ള ഡയറി ഇതിലുണ്ട്. കാരണം ഡയറി എഴുതി അടിപൊളിയാണ് ശരിക്കും. അത് ഡയറി എഴുതി കഴിഞ്ഞ് നമ്മൾ ഒരു ടൈമൊക്കെ ആയിട്ട് അത് നമ്മൾ വായിച്ചു വെക്കും. അപ്പൊ വായിച്ചു വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ചിരിച്ച് ചിരിച്ച് ചാവും നിങ്ങൾ. ഞാൻ ഇതിൽ വായിച്ചിട്ട് എനിക്ക് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അടക്കം ഭയങ്കര കോമഡി ഉണ്ട്. നിറച്ചു വെച്ചു ഞാൻ ഒന്നും എനിക്ക് അത്രയ്ക്ക് അടിക്കാൻ പറ്റില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചിരിച്ചാവും. ഞാൻ വരട്ടെ, ഡയറി ചെയ്തത് വളരെ നല്ലതാണ്. ഇങ്ങനെ ഓരോ ഇയർ വൈസും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ 2019 അങ്ങനെ ശരിക്കും അടിപൊളിയാണ് ഡയറി. ഡയറി ഒരു വട്ടെങ്കിലും എഴുതി എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം. എനിക്ക് നന്നായിട്ട് പറയാം. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 7ാം ക്ലാസ് വരെ ഞാൻ ഒരുമിച്ചിരുന്ന എല്ലാവരും കൂടി പഠിച്ചിരുന്നത്. 7 കഴിഞ്ഞപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് മാത്രം. ഞാൻ വേറെ 2 പിള്ളേർ മാത്രമാണ് വേറൊരു സ്കൂളിലേക്ക് പോയത്. ബാക്കി എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു പിന്നെയും. അപ്പൊ ഞാൻ പോയത് വേറൊരു കുറുക്കഞ്ചേരിയിലുള്ള ഒരു സ്കൂളിലേക്കാണ്. അപ്പം അവിടേക്ക് പോയപ്പോൾ എനിക്ക് 7ലുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എനിക്ക് ലെറ്റർ എഴുതി തരുമായിരുന്നു. ആ ലെറ്ററുകളാണ് ഇതൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹൈലൈറ്റ് ആണ് ഇതില്. ഇപ്പൊ ഈ ലെറ്ററിന്റെ കയ്യിലിരിക്കുന്നത് അവർക്ക് തന്നെ അറിയില്ലായിരിക്കും. ഇതിലിപ്പോ പേരൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ അതിനും വലിയ കോമഡി എന്ന് പറയുന്നത് ഈ ലെറ്റർ ചെയ്ത ആൾക്കാരൊന്നും ഞാനായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്ട് ഇല്ല. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്. പക്ഷെ അവരിതുവരെ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കാൻ നമ്പർ കിട്ടുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതും മാത്രമല്ല, ഇപ്പൊ ഈ ലെറ്റർ എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ +1 +2 ആയപ്പോ ഇവര് പഠിച്ച സ്കൂളിൽ ഒരുമിച്ചായിരുന്നു ഞാൻ പോയത്. അപ്പോഴും അവർക്ക് വലിയ കാര്യമായിട്ടുള്ള മൈൻഡൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതെന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല. പിന്നെയുണ്ട് ഈ ഡയറിയിൽ പകുതി മുക്കാലും ക്രിഞ്ചാണ്. അത് പിന്നെ വായിക്കുമ്പോൾ എനിക്ക് നല്ല കോമഡി ആവുന്നുണ്ട്. അതേപോലെ എൻ്റെ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്, അല്ലെങ്കിൽ നീ അടിപൊളിയാണ്, നിന്നെക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള വേറെ ആൾക്കാരൊന്നും ഇല്ല. അതും പോലാണ് ഓരോരുത്തരുടെ ബർത്ത്ഡേ ഡേറ്റുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഞാൻ ചെയ്ത് വെച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെതായ കുറച്ച് മലയാളം തത്വങ്ങൾ ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതും. പക്ഷെ അത്ര വലുതായിട്ടൊന്നല്ല, ചെറുതായിട്ട് കുറെ ക്രിഞ്ചൊക്കെ എഴുതി വെക്കാറുണ്ട്. അതടക്കം ഇതിലുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മകൾ വേണ്ടേ. സോ ഡയറി എഴുതാം, നല്ലതാണ്. എല്ലാവരും ഡയറി എഴുതാൻ ശീലിച്ച് വെക്കുക, അടിപൊളി. ഒരു 10 മിനിറ്റ് കൂടി പോയി ഒരു 5 മിനിറ്റ് എങ്കിലും ഡയറി കുറച്ച് ടൈം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമുക്ക് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇതൊരു തമാശയായിട്ട് തോന്നും. എന്നെപ്പോലെ വല്ല ഡയറി എഴുതുന്ന വല്ല ശീലങ്ങളുള്ളവരൊക്കെ ഒന്ന് ഇതിൽ കമൻ്റ് ഇട്.